പ്രതിഷേധങ്ങൾ ഇരമ്പട്ടെ, ആളിക്കത്തി പടരട്ടെ, പ്രതിഷേധം പ്രതിഷേധം ജനജീവന്റെ പേര് പറഞ്ഞ് പഞ്ചായത്തിൽ റോഡുകളൊക്കെ പൊളിച്ചടുക്കിയ സർക്കാരെ ഇല്ല മാപ്പില്ല, നിങ്ങൾക്കിവിടെ മാപ്പില്ല. ഒന്നേ ഒന്ന് പറഞ്ഞേക്കാം, അടിവരയിട്ട് പറഞ്ഞേക്കാം. ഒന്ന് കഴിഞ്ഞോട്ടെ, ഇലക്ഷൻ ഒന്ന് വന്നോട്ടെ. പ്രതിഷേധം നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ? ജനജീവന്റെ പേര് പറഞ്ഞ് പഞ്ചായത്തിൽ റോഡുകളൊക്കെ പൊളിച്ചടുക്കിയ സർക്കാരെ നാണക്കേട് നാട് ഭരിക്കുമ്പോൾ റോഡുകളൊക്കെ തോടുകളായി. നാണക്കേട് നാട് ഭരിക്കുമ്പോൾ റോഡുകളൊക്കെ തോടുകളായി. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞു? ജനജീവന്റെ പേര് പറഞ്ഞ് പഞ്ചായത്തിൽ റോഡുകളൊക്കെ പൊളിച്ചടുക്കിയ സർക്കാരെ പ്രതിഷേധം നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞു? ജനജീവന്റെ പേര് പറഞ്ഞ് പഞ്ചായത്തിൽ റോഡുകളൊക്കെ ഇല്ല മാപ്പില്ല, നിങ്ങൾക്കിവിടെ മാപ്പില്ല. ജനജീവന്റെ പേര് പറഞ്ഞ് പഞ്ചായത്തിൽ റോഡുകളൊക്കെ സർക്കാരെ ഇല്ല മാപ്പില്ല, നിങ്ങൾക്കിവിടെ മാപ്പില്ല. മൂവർണ്ണക്കൊടി കട്ടായോ? മണ്ഡലം പ്രസിഡന്റ് റാം കെ വർക്കി, അതുപോലെ തന്നെ ബ്ലോക്ക് പ്രസിഡന്റ് കെ ബി ഗിരീശന്, എൻ്റെ സഹമെമ്പർ ജിനു കെ പോള്, ബാങ്കിൻ്റെ ബോർഡ് മെമ്പർ, ബാക്കിയുള്ള സഹപ്രവർത്തകർ, വാർഡ് ബൂത്ത് പ്രസിഡന്റ് നമ്മുടെ ബെന്നിച്ചായന്, വാർഡിൻ്റെ വൈസ് പ്രസിഡന്റ് അനീഷ്, ബാക്കിയുള്ള സഹപ്രവർത്തകരെ ജലജീവൻ പദ്ധതി പ്രകാരം കീഴാറ്റൂന്നിൽ നിന്ന് ആരംഭിച്ച പുതുപ്പള്ളി കവലയിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക്
ജലജീവൻ പദ്ധതി പ്രകാരം 7ാം വാർഡിൽ 7ൻ്റെയും 6ൻ്റെയും വളരെയേറെ വഴികൾ പൊട്ടിക്കുകയും അതിന് ടെൻഡർ ഇടുകയും അത് ടെൻഡർ പോലും എടുക്കാനുള്ള കോൺട്രാക്ടർ പോലും എടുക്കാൻ തയ്യാറാകുന്നില്ല. കാരണം പറഞ്ഞാൽ ഫണ്ടില്ല എന്നാണെന്ന് പറയുന്നത്. അത് എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് റോഡുകൾ എത്രയും പെട്ടെന്ന് പുനർനിർമ്മിക്കണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ടത്. ബഹുമാന്യായ ഈ വാർഡ് 7ാം വാർഡിൻ്റെ മെമ്പർ ജിനു, 6ാം വാർഡിൻ്റെ മെമ്പർ 6ാം വാർഡിൻ്റെ മെമ്പർ ജിനു, 7ാം വാർഡിൻ്റെ മെമ്പർ ജോബി, ബ്ലോക്ക് പ്രസിഡന്റ് ഗിരീശന്, മറ്റ് പ്രിയമുള്ള സഹപ്രവർത്തക സുഹൃത്തുക്കളെ, ഇന്ന് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ 18 വാർഡുകളിലും കോൺഗ്രസ് വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇതുപോലെ പന്തംകൊളുത്തി പ്രകടനം നടക്കുകയാണ് പല ദിവസങ്ങളിലായിട്ട്. കാരണം ഇവിടെ നിങ്ങൾക്ക് ഏവർക്കും അറിയാം, പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ പുതിയ LDFൻ്റെ ഭരണം വന്നപ്പോൾ അവർ ഈ നാട്ടിലുള്ള എല്ലാവർക്കും വെള്ളം കൊടുക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ ഈ വാർഡിലുള്ള എല്ലാ വഴികളും കുത്തിപ്പൊളിച്ച് പൈപ്പിട്ടു. പക്ഷേ ഇന്ന് വരെ ആർക്കും ഒരു തുള്ളി വെള്ളം പോലും കിട്ടിയിട്ടില്ല. ഈ വഴികളൊന്നും നന്നാക്കിയിട്ടുമില്ല. ഇന്ന് സാധാരണക്കാരായ ജനങ്ങൾക്ക് നടന്നു പോലും പോകാൻ മേലാത്തൊരു സ്ഥിതിയിലാണ് ഇന്നത്തെ വഴികൾ മുഴുവൻ കിടക്കുന്നത്. അതുകൊണ്ട് ഈ വഴികളെ എത്രയും പെട്ടെന്ന് പുനർനിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുമാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെയും വാർഡ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ ഇതുപോലുള്ള പന്തംകൊളുത്തി പ്രകടനം നടക്കുന്നത്. ഇന്ന് പ്രത്യേകിച്ച് 7ാം വാർഡിലെ കീഴാറ്റുംകുന്ന് ടാങ്കിൻ്റെ അവിടുന്ന് ആ ടാങ്കാണ് ഇവർ പറയുന്നത്. ടാങ്കിൻ്റെ അവിടെ ആ ടാങ്കിൻ്റെ പണി തീർന്ന ഉടനെ വെള്ളം കൊടുക്കുമെന്നാണ് പറയുന്നത്. ആ ടാങ്കിൻ്റെ പണി തീർന്നു, മറ്റുള്ള വാർഡുകളിലെ ഒന്നും ടാങ്കിൻ്റെ പണി തീർന്നിട്ടില്ല. 2025 24 വെള്ളം കൊടുക്കുന്നതാണ് പറഞ്ഞത്. 28 പോലും വെള്ളം കൊടുക്കില്ലാത്തൊരു സ്ഥിതിയാണ്. അങ്ങനെ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച് ഈ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വഴികളും പൊളിച്ച് ഇന്ന് ആൾക്കാർക്ക് സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് അതിനെതിരെയാണ് ഈ പന്തംകൊളുത്തി പ്രകടനം ഓരോ വാർഡ് അടിസ്ഥാനത്തിൽ നടത്തുന്നത്. എത്രയും പെട്ടെന്ന് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഈ വഴികളുടെ നിർമ്മാണം നടത്തുകയും അതുപോലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാകുന്ന രീതിയിൽ ആ വഴികളിൽ എത്രയും പെട്ടെന്ന് ക്രമീകരിക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതുകൊണ്ട് ഇന്ന് ഈ പന്തംകൊളുത്തി പ്രകടനത്തിൽ കടന്നു വന്ന എല്ലാ പ്രവർത്തകർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് ഇതിന്മേൽ തീരുമാനം എടുക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പന്തംകൊളുത്തി പ്രകടനത്തിൽ കടന്നു എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഇതിനൊക്കെ ഇപ്പോൾ അടക്കമുള്ള വാർഡിലെ സഹപ്രവർത്തകർ നേതൃത്വം നൽകിയ പന്തംകൊളുത്തി പ്രകടനം ഇതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞു. നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും മോശമായി കിടക്കുന്നു. അതിനെതിരെ യാതൊരുവിധ നടപടി സ്വീകരിക്കാൻ പഞ്ചായത്തിനെ കൊണ്ട് സാധിക്കുന്നില്ല. ഈ അധികാര വർഗത്തെ കൊണ്ട് സാധിക്കാത്ത സാഹചര്യമുണ്ടായി. ഒരു കഴിവുകെട്ട ഭരണം കൊണ്ട് ഉണ്ടായ സംഭവമാണ്. തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ പനശ്ശിക്കാട് പഞ്ചായത്തിലോ മീനളം പഞ്ചായത്തിലോ ഇങ്ങനെയൊരു സ്ഥിതിയില്ല. യാതൊരുവിധ കാഴ്ചപ്പാടുമില്ലാതെ എഗ്രിമെൻ്റ് വെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഒരു ചിന്തയുമില്ലാതെ ചർച്ച ചെയ്യാതെ ചെയ്ത തീരുമാനമാണ് ഇതുപോലെ ഈ പഞ്ചായത്തിലെ ജനങ്ങളെ മുഴുവൻ ബുദ്ധിമുട്ടിച്ചത്. ഇന്ന് ഏതെങ്കിലും പണികൾ ചെയ്താൽ ഉടനെ റോഡിൻ്റെ കാര്യം പറഞ്ഞാൽ ഉടനെ പൈപ്പ് ലൈൻ ഇട്ടാൽ റോഡ് പണി ചെയ്യുള്ളൂ പറഞ്ഞു. കേരളത്തിൽ ഒരിക്കലും ഇങ്ങനെയൊരു സംഭവം ഒരിക്കലും പറഞ്ഞു കേട്ടിട്ടില്ല. PW റോഡിൻ്റെ സൈഡിൽ കൂടെ പൈപ്പ് ലൈൻ ഇട്ട് പോകുമ്പോഴത്തേന് റോഡിൻ്റെ പണി തീരണമെങ്കിൽ പൈപ്പ് ലൈനിൻ്റെ പണി തീർന്നാലേ പാടുള്ളൂ എന്ന് ആ ന്യായവാദം ഇവിടെ മാത്രമേ പറയുന്നുള്ളൂ. അത് നമ്മുടെ MLAയുടെ നാട്ടിലെ യാതൊരുവിധ വികസന പ്രവർത്തനം നടത്തരുതെന്നുള്ള ആസൂത്രിതമായ നീക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്നതാണ്. ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ നാട്ടിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇവിടുത്തെ ഭരിക്കുന്നവരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച കൊണ്ടുണ്ടായ സംഭവങ്ങളാണ്. വരും കാലങ്ങളിൽ നമുക്കിതിനെ അതിജീവിക്കണം. കരുത്തോടുകൂടി നമ്മൾ ഒന്നിച്ചു മുന്നേറണം. വരും കാലങ്ങളിൽ നമ്മുടെ ഈ കൂട്ടായ്മ നമുക്കിതിനെ തിരിച്ചടിയാക്കി മാറ്റുവാൻ വേണ്ടിയുള്ള ഒരു പ്രേരക ശക്തിയായി മാറട്ടെ. ഇതുപോലുള്ള നമ്മുടെ ജനകീയ പ്രശ്നങ്ങളിൽ നമ്മുടെ വാർഡിലുള്ള ജനങ്ങളെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. റോഡിൻ്റെ മോശമായി കിടക്കുന്നതിൻ്റെ സാഹചര്യം ഈ ഭരിക്കുന്നവരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ്. ഫണ്ടില്ലാഴിക, വെള്ളം എത്തിക്കാത്തതിൻ്റെ കാര്യങ്ങൾ ഇതാണ്. അങ്ങനെ വഴിവിളക്കുകൾ, റോഡുകൾ, കറണ്ട് എല്ലാ മേഖലകളും ഇന്ന് സ്തംഭിച്ച് കിടക്കുകയാണ്. ഒരു ദീർഘവീക്ഷണമില്ലാത്ത കാര്യങ്ങളാണ്. ഇതിനെക്കുറിച്ച് പൊതുപ്രവർത്തകർ എന്ന നിലയിലുള്ള ഉത്തരവാദിത്വ ബോധമുള്ള ജനപ്രതിനിധികൾ ജനങ്ങളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. അതിനെതിരെ വന്ന് സഹകരിക്കുന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങൾ ചെയ്തുകൊണ്ട് ഇതുപോലുള്ള പൊതുവിഷയങ്ങളിൽ നമ്മുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി നിങ്ങൾ ഒരിക്കൽ കൂടി വീണ്ടും രംഗത്ത് വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പന്തംകൊളുത്തി പ്രകടനത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. അടുത്തായിട്ട് നമ്മുടെ പുതുപ്പള്ളി പഞ്ചായത്തിലെ പാർലമെന്റ് പാർട്ടി ലീഡറും 6ാം വാർഡ് മെമ്പറുമായ ജിനുക്കെ പോൾ. പ്രിയമുള്ള, നമുക്കറിയാം കഴിഞ്ഞ 4 വർഷമായിട്ട് പുതുപ്പള്ളി പഞ്ചായത്തിൽ LDFൻ്റെ ഭരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഭരണം കൈയാളിയ ആദ്യ നാളുകളിൽ തന്നെ ഈ ജലജീവൻ മിഷന്റെ ഭാഗമായിട്ടുള്ള ഈ പദ്ധതി കടന്നു വരികയും അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഒരു പദ്ധതിയാണ്. ഈ പദ്ധതി എന്താണ്, ഏതാണ്, എങ്ങനെയാണെന്ന് പോലും പഠിക്കുന്നതിന് മുമ്പ് ഈ പദ്ധതിക്ക് പോയി ഒപ്പിട്ട പഞ്ചായത്തിലെ
പ്രസിഡന്റും വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ഭരണസമിതിയിലുള്ള അംഗങ്ങൾ കാണിച്ചു വെച്ച മണ്ടത്തരങ്ങൾ കൊണ്ട് പുതുപ്പള്ളി പഞ്ചായത്തിലെ 18 വാർഡിലെ സാധാരണക്കാരായ ജനങ്ങളും ഇവിടുത്തെ ഓട്ടോറിക്ഷ അടക്കമുള്ള ടാക്സി തൊഴിലാളികളെല്ലാം അതിൻ്റെ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ റോഡുകളും പൂർണ്ണമായി തകർന്നു കിടക്കുകയാണ്. നമുക്കറിയാം, ഒരു പഞ്ചായത്ത് റോഡ് ഒരു പൈപ്പ് ഇടണമെന്നുണ്ടെങ്കിൽ മിനിമം 2000 രൂപ ആ റോഡിന് കെട്ടിവെച്ച് അത് പഞ്ചായത്തിൽ അടച്ച് ആ റോഡ് ചെയ്തതിന് ശേഷം, പൈപ്പ് ഇട്ടതിന് ശേഷം അത് പുനഃക്രമീകരിച്ച് കൊടുത്താൽ മാത്രമേ ആ പൈസ തിരിച്ചു കൊടുക്കുകയുള്ളൂ. ആ സാഹചര്യത്തിലാണ് ഈ വാട്ടർ അതോറിറ്റി ഇത്രയും കോടികളുടെ വർക്ക് പുതുപ്പള്ളി പഞ്ചായത്ത് നടത്തിയിട്ട് പഞ്ചായത്ത് റോഡുകൾ അത് തിരിച്ച് റീസ്റ്റോർ ചെയ്യാനുള്ള ഫണ്ട് അത് ചെയ്തില്ല എന്നുള്ളത് മാത്രമല്ല, പഞ്ചായത്ത് വർക്ക് ചെയ്തോളാം, തിരിച്ച് പഞ്ചായത്ത് കോൺട്രാക്ട് ചെയ്തോളാം എന്നുള്ള ഒപ്പ് ഇട്ട് എഗ്രിമെൻ്റ് ഒപ്പിട്ട പഞ്ചായത്ത് ഭരണസമിതി എവിടെയുള്ളത്? നമുക്കറിയാം, കാലാകാലങ്ങളായി പുതുപ്പള്ളി പഞ്ചായത്തിലെ ഓരോ പഞ്ചായത്ത് മെമ്പർമാർ അവർക്ക് കിട്ടുന്ന ചെറിയ ചെറിയ വിഹിതങ്ങൾ കൂട്ടിവെച്ചുകൊണ്ടാണ് പുതുപ്പള്ളി പഞ്ചായത്തിലെ ഓരോ ചെറിയ ചെറിയ റോഡുകളും തീർത്തു വന്നിരുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഭരണസമിതിയുടെ സമയത്തുണ്ടായ അർബൻ മിഷന്റെ ഫണ്ട് കൊണ്ട് പുതുപ്പള്ളി പഞ്ചായത്തിലെ എല്ലാ നടപ്പ് വഴികളടക്കം ചെറിയ റോഡുകളും പണി പൂർത്തീകരിച്ചാണ്. എന്നാൽ ഈ ജലജീവന്റെ പൈപ്പിട്ടോടുകൂടി മുഴുവൻ റോഡുകളും മനുഷ്യന് നടക്കാൻ പോലും പറ്റാത്ത സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഈ കീഴാറ്റൂന്ന് കുടിവെള്ള പദ്ധതിയുടെ താഴെയുള്ള ഭാഗങ്ങളെന്ന് പറയുമ്പോൾ അവിടെ 3-4 പൈപ്പുകളാണ് പോകുന്നത്. റോഡിൻ്റെ പകുതി വശം പൂർണ്ണമായിട്ടും പോയിരിക്കുകയാണ്. ഒരു ഓട്ടോറിക്ഷക്കാർ വിളിച്ചാൽ അവിടെയോട് വണ്ടിയായിട്ട് വരാൻ തയ്യാറാകുന്നില്ല. അതുപോലെ 7-6 വാർഡിൻ്റെ പഴയടുത്ത് പണിയുന്ന തച്ചോന്നുള്ള റോഡ് ഒരു ഓട്ടോറിക്ഷ പോയിട്ട് നടക്കാൻ പോലും വയ്യാത്ത സാഹചര്യമാണ്. അപ്പം ഇത് മാത്രമല്ല, പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും റോഡുകൾ പൂർണ്ണമായിട്ട് തകർന്നു കിടക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഞ്ചായത്തിന് മുൻപിൽ ധർണ നടത്തി. ഈ ധർണ നടത്തിയ തലേദിവസം ഈ LDFിൻ്റെതായിട്ടുള്ള ഒരു പോസ്റ്റർ നമ്മളെല്ലാം കണ്ടു. 7 കോടി രൂപ ഇതിനനുഭവിച്ച ഗവൺമെൻറ് 9 കോടി രൂപ ഇതിനനുഭവിച്ച സർക്കാരിന് അഭിവാദ്യങ്ങൾ എന്ന് പറയുന്ന ബോർഡ് നമ്മൾ പോസ്റ്ററും കണ്ടു. എന്നാൽ ഇത്രയും കാലമായി ഇപ്പം ഈ ഭരണസമിതി തീരാനായിട്ട് വെറും 8 മാസമേ ഉള്ളൂ. ഇവിടെ ഒരു റോഡ് പോലും തിരിച്ച് കോൺട്രാക്ട് ചെയ്തില്ല. മാത്രമല്ല, ഇട്ട പൈപ്പുകളിൽ വെള്ളവും വരുന്നില്ല. ജലജീവന്റെ പദ്ധതിയുടെ ഒരു പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നുമില്ല. ഈ അവസ്ഥയിലേക്ക് കൊണ്ട് നമ്മുടെ നാടിനെ എത്തിച്ച ഈ ഭരണസമിതിക്ക് എന്താണ് ഇവരോട് ജനങ്ങളോട് പറയാനുള്ളത്? മുഴുവൻ റോഡുകളും തകർന്ന് നിരപ്പണമാക്കിയിട്ടിരിക്കുകയാണ്. എന്നാൽ ഇവർ വാട്ടർ അതോറിറ്റിയും ഈ പഞ്ചായത്ത് ഭരണസമിതി ആയിട്ടുള്ള സംവിധാനങ്ങൾ ഗവൺമെന്റ് തലത്തിൽ ഇവർക്ക് ഗവൺമെന്റിന്റെ സംവിധാനങ്ങൾ എല്ലാം ഉണ്ട്. എന്നാൽ ഇതൊന്നും ചെയ്ത് മാതൃകാപരമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യണ്ടേ? ജനങ്ങളെ എത്രയ്ക്ക് ബുദ്ധിമുട്ടിക്കാവോ? റോഡുകൾ പുനർനിർമ്മിക്കുക എന്നുള്ളത് ജനങ്ങളുടെ ആവശ്യമാണ്. വെള്ളം കൊടുക്കുക എന്നുള്ളത് അതും ആവശ്യമാണ്. ഇത് രണ്ടും ജനങ്ങൾക്ക് അത്യാവശ്യമാണ്. പക്ഷേ വെള്ളം കിട്ടുമെന്ന് പറഞ്ഞു, റോഡ് പോയി. ഇപ്പോൾ റോഡും ഇല്ല, വെള്ളവും ഇല്ല. അപ്പോൾ ഇതിന് ഉത്തരവാദിയായ ഈ ഭരണസമിതി അടിയന്തരമായിട്ട് ഇതിന് കാര്യങ്ങൾ ചെയ്യണം. ഇല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം ഇനിയും എല്ലാ വാർഡുകളിലും ഉണ്ടാവും. കാരണം ഒരു ജനങ്ങൾക്ക് പോലും പുറത്തിറങ്ങാൻ മേലാത്ത, വഴിയെ നടക്കാൻ മേലാത്ത, ഒരു ഓട്ടോറിക്ഷക്കാർക്ക് പോലും അവരുടെ ടയർ പോകുന്നു, അവരുടെ വണ്ടി നഷ്ടമാകുന്നു. അങ്ങനെ ധാരാളം ദുരനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനൊരു സമാധാനം ഉണ്ടായേ പറ്റുള്ളൂ. ഈ കാര്യങ്ങൾ ഗവൺമെൻറ്റും പഞ്ചായത്തും വളരെ സീരിയസ് ആയിട്ട് എടുത്തുകൊണ്ട് വേണ്ട നടപടികൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത് ചെയ്യാത്ത ഈ 4-4.5 വർഷമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാത്തതിനുള്ള ശക്തമായ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ 1 വർഷത്തിനിടയ്ക്ക് കോൺഗ്രസ് പുതുപ്പള്ളി പഞ്ചായത്തിൽ മാത്രം വഴിയെ സംബന്ധിച്ച് 20-ലധികം സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ സമരങ്ങൾ കണ്ട് വിരളി പിടിച്ച് ഇടതുപക്ഷം ക്യാപ്സൂളുകളായും 4 ആൾ കൂടുന്ന കവലകളിലും കോൺഗ്രസിന്റെ സമരങ്ങളിലെ തികഴ്ത്തി കാണിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് അവരോട് പറയുവാനുള്ളത്, നീതി ലഭിക്കുവാൻ വേണ്ടി നിരന്തരം നിരുപാധികം പോരാടുവാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. നിങ്ങൾ ഈ റോഡുകൾ നന്നാക്കുന്നിടം വരെ ഞങ്ങൾ ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി പോരാടും. ഉപ്പ് സത്യാഗ്രഹം നടത്തിയ, ചമ്പാരൻ സമരം നടത്തിയ ഒരു പ്രസ്ഥാനമാണിത്. ഞങ്ങളെ ഇകഴ്ത്തി കാണിച്ചതുകൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങളിൽ നിന്ന് ഞങ്ങൾ പിന്മാറുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും മിഥ്യാധാരണ മാത്രമാണെന്ന് മാത്രമേ എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളൂ. വഴി നടക്കുവാനുള്ള ഒരു നികുതിദായകന്റെ അവകാശത്തെ നിങ്ങളുടെ വകുപ്പുകൾ തമ്മിലുള്ള കെടുകാര്യസ്ഥത കൊണ്ട് ചുവപ്പ് നാടയിൽ ബന്ധിച്ചാൽ അത് തകർക്കുന്നിടം വരെ പോരാടുവാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. എനിക്ക് മുൻപ് സംസാരിച്ചവർ വളരെ വിശദമായി ഇതിലുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് സംസാരിച്ചതുകൊണ്ട് ഈ വിഷയത്തിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. ഇവിടെ സമരത്തിന് വന്ന എല്ലാവർക്കും, ഈ സമരത്തിനും ഇനി പുതുപ്പള്ളിയിൽ നടക്കാൻ പോകുന്ന എണ്ണമറ്റ സമരങ്ങൾക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഇന്ത്യ നാഷണൽ കോൺഗ്രസ്.
തകർന്ന പഞ്ചായത്ത് റോഡുകൾ അടിയന്തരമായി നന്നാക്കുക. ജലജീവൻ പദ്ധതി ഉടനെ നടപ്പിലാക്കുക. ഇട്ട പൈപ്പുകളിലൂടെ വെള്ളം എത്തിക്കുക. പൊട്ടിച്ച റോഡുകൾ അടിയന്തരമായിട്ട് നന്നാക്കുക. പരിപാടി വന്ന എല്ലാവർക്കും പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.